അങ്ങനെ കാത്തിരുന്ന് ആറാഴ്ചത്തെ സർജറി പോസ്റ്റിംഗ് എത്തി. സർജറി പോസ്റ്റിങ്ങിന് കയറുന്നതിന് മുന്നേ ആരോ പറഞ്ഞു സർജറി പോസ്റ്റിംഗ് ഈസ് സോ ഹെക്ടിക്. പക്ഷെ ഇതിന് മുന്നുള്ള ആറാഴ്ചത്തെ മെഡിസിൻ പോസ്റ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഹെക്ടിക് എന്ന വാക്കിന് ഇവിടെ വലിയ പ്രസക്തി ഒന്നുമില്ല. ആറാഴ്ച ഫുള്ള് മെഡിസിൻ ജീവിതമായതുകൊണ്ട് സർജറിയിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ കുറച്ച് ടൈം എടുത്തു. ആ ഇൻട്രൊഡക്ഷൻ കിട്ടാനുള്ള കുഴപ്പമുള്ളൂ. കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ല. ആ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് നമ്മുടെ കൃതാർത്ഥ് ഭായ്. അവർ സർജറി എക്സിഡന്റ് സർജറി പോസ്റ്റിംഗ് പേര് പോലെ തന്നെ ഫുൾ ഓഫ് സർജറീസ് ആയിരിക്കും. സർജറി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, പേഷ്യന്റ് അഡ്മിഷൻ ആവുന്ന തൊട്ടിട്ട് പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, PAC കാണിക്കുക, സർജറിക്കുള്ള കൺസെന്റ്, പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ, പേഷ്യന്റ് OTക്ക് ഷിഫ്റ്റ് ആക്കുക, സ്ക്രബ് ചെയ്യുക, സർമാരെ കൂടെ സർജറി അസിസ്റ്റ് ചെയ്യുക ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൂടെ. ഇൻ കേസ് എമർജൻസി OT ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ടപ്പ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയി ചെയ്യണം. ഇനിയിപ്പോൾ മുറിവുകൾ പോലത്തെ കേസസ് ഒക്കെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ രാവിലെ റൗണ്ട്സിന് സമയത്ത് മുറിവിലുള്ള ഡ്രസ്സിംഗ് ഓപ്പൺ ആക്കി വെക്കുക. റൗണ്ട്സ് കഴിഞ്ഞാൽ ആ മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പണികളുള്ള സർജറി പോസ്റ്റിംഗ് ഭയങ്കര ബോറിംഗ് ആണെന്ന് ഞാൻ ആരും പറഞ്ഞു കിട്ടില്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ബൈ യുവർ ഹാൻഡ് സർജറി പോസ്റ്റിംഗ് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. കുറച്ച് ഓടി